Namaskaram, especially to the media houses and everyone who's present here today. Especially ഇന്ന് രാവിലെ അച്ഛൻ പറഞ്ഞ പോലെ ഒരുപാട് മഴയും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും എത്താൻ പറ്റിയതിന് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റിയത്. നിങ്ങൾക്കറിയാം ഇതെൻ്റെ ഫസ്റ്റ് പ്രസ് മീറ്റ് ആണ്, പ്ലസ് ഇറ്റ്സ് മൈ ഫസ്റ്റ് മൂവി എവർ. ഒരുപാട് സന്തോഷം ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് എൻ്റെ സ്വപ്നമാണ് സിനിമ എന്ന് പറയുന്നത്. അതിപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ അവരുടെ പോയി പറയുന്നത് എനിക്കിതുപോലെ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് അഭിനയിക്കണം. അപ്പോൾ എനിക്ക് എന്താണ് റിയാക്ഷൻ ഉണ്ടാവുക എന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ then I thought anyways let's give it a shot because എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തു. പക്ഷെ അതിനുശേഷവും I felt like something is incomplete. എനിക്ക് എന്തോ I'm not എന്താ പറയുക സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു രീതിയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു സിനിമ തന്നെ ആയിരിക്കും. കാരണം എനിക്കും അങ്ങനെ കുഞ്ഞിലേ മുതലേ ഞാൻ കണ്ടു വളർന്ന ഒരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഒരു എൻവയൺമെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും എനിക്കത് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഐ ടോൾഡ് ദം. അങ്ങനെ ഫൈനലി അങ്ങനെ ഇതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഏത് കേൾക്കുമ്പോഴും ഞാൻ ഫസ്റ്റ് സ്ക്രീനിങ് നടത്തുന്നത് അച്ഛനമ്മയിലും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കേൾക്കുന്നത് മെയിനായിട്ട്. കാരണം എനിക്ക് അവർ എന്നെക്കാട്ടിലും എത്രയോ വർഷം, എന്നെക്കാട്ടിലും നല്ല സോറി ഐ മീൻ ലൈക്ക് അവർ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ്, മോർ ദൻ 30-40 years. അപ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും ബെറ്റർ ദൻ മൈൻ ആൻഡ് ഐ നോ ദാറ്റ് ടു. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ നിന്ന് ആദ്യം കഥയെല്ലാം കേട്ടിട്ടാണ് വന്നത്. അപ്പം ഈ സേതു സാറിൻ്റെ പ്രോജക്റ്റ് വരുമ്പം ഇതുപോലെ ഞാൻ അമ്മയുടെ കൂടെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൃഹലക്ഷ്മിയിൽ. അപ്പോൾ ആ ടൈമിൽ ഡിസൈനർ ആൻറ്റി ഉണ്ടായിരുന്നു, ഹർ നെയിം ഇസ് ദീപാലി. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ല മോളെ ഇതുപോലെ നമ്മുടെ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് എന്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അച്ഛനും എല്ലാവർക്കും അറിയായിരിക്കും, സേതു എന്നാണ് പേര്. ഞാൻ പറഞ്ഞു യാ ചേച്ചി മിനാട്ടി എനിക്ക് അറിയാം, ഐ തിങ്ക് ഐ നോ ചോക്ലേറ്റും അതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ലേ. അപ്പോൾ അതെ, അപ്പോൾ സാറിന് ഇതുപോലെ സംസാരിക്കണമെന്നുണ്ട്, മോളെ വിളിച്ചോട്ടെ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വിളിക്കാം. അങ്ങനെ എന്നെ വിളിച്ചത് അപ്പോഴേ തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതുപോലെ അമ്മയുടെ അടുത്ത് സംസാരിക്കുക. അങ്ങനെ ഇതുപോലെ അവർ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രൊസീജിയേഴ്സും അങ്ങനെ നടന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കഥ. ആൻഡ് എന്താ പറയുക, ഫസ്റ്റ് മൂവി തന്നെ ഇത്രയും വലിയൊരു ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ലക്കും ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ വർക്ക് നിർത്തി കഴിഞ്ഞിട്ടും ആഗ്രഹം പ്രകടിപ്പിച്ചതിന് ശേഷവും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു കമ്മിറ്റ്മെന്റിലോട്ട് എത്തുന്നത്, ഐ വിൽ കമ്മിറ്റ് മൂവി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്രയും നല്ലൊരു ക്യാരക്ടർ വിത്ത് സച്ച് എ ഗ്രേറ്റ് ക്രൂ. സേതു സാറൊക്കെ ആണെങ്കിൽ ഞാൻ സീനിയേഴ്സ് ഇൻ മല്ലു സിംഗ്, ചോക്ലേറ്റ്, വട്ടെവർ ഹീസ് ഡൺ എല്ലാ മൂവീസും എനിക്ക് ഭയങ്കര എന്താ പറയുക ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ള മൂവീസാണ്. എല്ലാ ഡയലോഗ്സ് ഒക്കെ നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്നതാണ്. പിന്നെ സലീക്ക ഈ പടത്തിലൂടെ ഫസ്റ്റ് നമ്മൾ ആക്ച്വലി മോസ്റ്റ് ഓഫ് അസ് നമ്മൾ പുതിയ ആൾക്കാരാണ്. പക്ഷെ ഒരുപാട് സന്തോഷം. ആൻഡ് അച്ഛൻ പറഞ്ഞ പോലെ എല്ലാവർക്കും എന്താ പറയുക അച്ഛൻ്റെ ഫ്രണ്ട്സും കൂടെ ആയതുകൊണ്ട് എനിക്കും ഭയങ്കര കംഫർട്ട് സോൺ ആണ്. ലൈക്ക് ഐ വിൽ ഓൾസോ ഫീൽ ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഞാനും ഇവിടെ എന്താ കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ക്രൂ ആണ്. ആൻഡ് സർജാനോ ഹീസ് ബിൻ എ ഫ്രണ്ട്, ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ടാണ്. സോ ഐ ഹവ് നോൺ ഹിം ഫോർ എ വെരി ലോങ് ടൈം നൗ. പിന്നെ അലക്സേട്ടൻ ഓൾസോ അച്ഛൻ്റെ ഫ്രണ്ടാണ്, പണ്ട് മുതലേ അറിയാവുന്നതാണ്. പിന്നെ ബിനു സർ നമുക്ക് ഒരേപോലെ സെയിം മൂവി ലോഞ്ചിങ് ആവുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് എനിക്ക് ആദ്യം പറയണമെന്നുണ്ടായിരുന്നു, ഫസ്റ്റ് മൂവിയുടെ അനൗൺസ്മെൻറ്റ് അങ്ങനെ തന്നെ നടത്തണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം നിങ്ങളാണ് ഞങ്ങളെയൊക്കെ വളർത്തുന്നത്, ഞങ്ങൾ ആർട്ടിസ്റ്റിനെ എല്ലാവരെയും വളർത്തുന്നതും. യു ഗൈസ് ആർ ദി വൺസ് ഹു ഡിസൈഡ് എവറിത്തിങ് ഫോർ അസ് ഓൾസോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്നും. ക്രിറ്റിസിസംസ് ഒക്കെ എന്തായാലും ഉണ്ടാവും, ആൻഡ് ഐ ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി. ബട്ട് ഐം ഗ്ലാഡ് ടു ബി ഹിയർ. ഒരുപാട് സന്തോഷം. സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും പോയി കാണാം. നിങ്ങളിവിടെ വന്നതിൽ തന്നെ എനിക്ക് ഐ ഫീൽ റിയലി ബ്ലെസ്ഡ്. ആൻഡ് ഹാദിർ ചേച്ചി എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇന്നലെ വൈകിട്ട് ഞാനൊരു ക്ലാസ് കൊടുത്തായിരുന്നു, പക്ഷേ അതിനെയൊക്കെ മറികടന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ പറഞ്ഞു വരുന്നില്ല. ചിത്രത്തിനായിട്ട് സംസാരിക്കും ഞാൻ ഓർത്തില്ല. കാരണം ഞാൻ പറഞ്ഞു ഇന്ന പോലെയൊക്കെ ആയിരിക്കണം. കാരണം അവർക്ക് പരിചയമില്ല, ഫസ്റ്റ് ടൈമല്ലേ. എനിക്ക് തന്നെ ഞാൻ തന്നെ അധികം പ്രശ്നത്തിന് മുമ്പിൽ അങ്ങനെ വന്നിട്ടില്ല. നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അധികം ഇങ്ങനെയുള്ള രീതിയിൽ വന്നിട്ടില്ല. എനിക്ക് തന്നെ ടെൻഷനുണ്ട്, ഒരുപാട് ടെൻഷനുണ്ട്. അപ്പോൾ അവൾക്ക് എന്തുമാത്രം ഉണ്ടാവും. അവൾക്ക് ഞാൻ ചെറിയ ക്ലാസ്സൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ ആ ക്ലാസ്സൊക്കെ തന്നെ അതിനൊക്കെ മറികടന്ന് നന്നായി മോളെ. ഓക്കെ, ഇനി അടുത്ത ആളാരാ നോക്കപ്പോ